പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി മാത്യു തോമസിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി 8:45 തീപിടുത്തമുണ്ടായി. മുറിക്കുള്ളിലുണ്ടായിരുന്ന AC-ക്ക് തീപിടിക്കുകയായിരുന്നു. ആ സമയം മാത്യു തോമസും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ അനിൽ നമ്മോടൊപ്പമുണ്ട്. ഇത് എന്തായിരിക്കാം ഒരു കാരണം AC ഇങ്ങനെ തീപിടിക്കാൻ? ഇൻഡോർ യൂണിറ്റ് സർവീസ് ചെയ്തിട്ട് 2 വർഷമായെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് ഇലക്ട്രിക്കുമായിട്ട് യാതൊരു ഇത് സ്വിച്ചിനൊന്നും ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. ഇൻഡോർ യൂണിറ്റിനാണ് തീ പിടിക്കുന്നത്. സാധാരണ ഇങ്ങനെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് അറിയുന്നത്. യഥാർത്ഥത്തിൽ ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇൻഡോർ യൂണിറ്റിനകത്തായ മോട്ടറിൻ്റെ കംപ്ലയിൻറ്റിലുള്ള ഷോർട്ട് സർക്യൂട്ടാണിത്. ഇലക്ട്രിക്കലിൻ്റെ സ്വിച്ച് അവിടെ ഉണ്ട്, അതിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്, കംപ്ലയിൻ്റ് ഇല്ലാതെ. മറ്റുള്ള സ്വിച്ചുകളെല്ലാം കത്തിപ്പോയി. അങ്ങനെയാണ് അതിൻ്റെ ഇത്. അതായത് വീടുകളിൽ സാധാരണ വയറിംഗ് ഉണ്ട്, ഒപ്പം തന്നെ ഇങ്ങനെയുള്ള AC പോലുള്ള സംവിധാനങ്ങളുണ്ട്. വയറിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ? വയറിങ്ങിൻ്റെ പ്രശ്നമല്ല. വയറിങ്ങിൻ്റെ പ്രശ്നമാണെങ്കിൽ ഇൻഡോർ ഈ സ്വിച്ചിന് കംപ്ലയിൻറ്റ് വരും. അതാണ് ഫസ്റ്റ് കത്തേണ്ടത്. അത് കത്തിയിട്ടില്ല. നമുക്കത് ഇവിടെ കാണാൻ പറ്റും. ഇൻഡോർ യൂണിറ്റിനകത്ത് പറ്റിയ കംപ്ലയിൻ്റാണത്. അത് സാധാരണ എങ്ങനെയാണ്? നമ്മൾ കൂടുതൽ സമയം ഇത് പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടാണോ? എന്താണ് അങ്ങനെ ഒരു പിഴവ് പറ്റാൻ കാര്യം? അത് കൂടുതൽ സമയം പ്രവർത്തിക്കുന്നതുകൊണ്ടല്ല, സർവീസിങ് കറക്റ്റായിട്ട് നടത്താത്തതുകൊണ്ടാണ്. അതിൻ്റെ ഫിൽറ്റർ കയറി അടയും. അപ്പോൾ എയർ വലിക്കുന്നതിനുള്ള എയർ അകത്തോട്ട് ഇല്ലാതെ വരും. അങ്ങനെയുള്ള കംപ്ലയിൻ്റാണ് മെയിനായിട്ട് വരേണ്ടത്. അതിൻ്റെ മോട്ടറുകളും വർഷങ്ങളായി, ഇത് 12 വർഷമാണെന്നാണ് പറയുന്നത്. 12 വർഷം അന്നേരം മോട്ടറിനൊക്കെ തേയ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കാണും. സാധാരണ ഇപ്പോൾ ചൂടുകാലമാണല്ലോ, AC ഒക്കെ എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നാണ് പറയാനുള്ളത്? അത് കറക്റ്റ് സർവീസ് ചെയ്യുക, ഫിൽറ്റർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുക. നമ്മുടെ പൊടിപടലങ്ങൾ കയറി അടയുന്നതുകൊണ്ട് എയർ വലിക്കാനുള്ള സംവിധാനം കുറവ്. അപ്പം തീർച്ചയായിട്ടും സർവീസിങ് കറക്റ്റായിട്ട് ചെയ്യുക. നമുക്ക് ഇങ്ങനൊരു സാധ്യത മുൻകൂട്ടി കാണാൻ കഴിയില്ല എങ്കിൽ പോലും ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇങ്ങനൊരു അപകടം നമുക്ക് അറിയാൻ കഴിയുമോ ആ സമയത്ത്? ഇത് പുക വന്നുകൊണ്ടാണ് അറിഞ്ഞത്. അപ്പം തന്നെ എന്നെ ഫോൺ ചെയ്തു. ഞാനിവിടെ വന്നു. എവരെല്ലാം ഇറക്കി. ഞാൻ നാട്ടുകാരായ നമ്മുടെ കൂട്ടുകാരെ പ്രകാശ് എന്ന് പറഞ്ഞ ഒരു ആളാണ് ഇത് തല്ലിപ്പൊട്ടിച്ച് വെള്ളം ഒഴിച്ചു. അപ്പുറത്തെ വീട്ടുകാർ പൈപ്പും കൊണ്ട് വെള്ളം അടിച്ചു. ആ പ്രകാശ് എന്ന് പറഞ്ഞാൽ കയറി ഗ്യാസ് കുറ്റി എല്ലാം എടുത്ത് പുറത്തിട്ടു. അതുകൊണ്ട് വൻ അപകടം ഒഴിവായത്. ഏതായാലും ഒരു വലിയ അപകടം ഒഴിവായി എന്ന് തന്നെയാണ് ഇവിടെ ഓടിയെത്തിയ ആളുകൾ പറയുന്നത്. നമുക്ക് വീടിനകത്തെ ദൃശ്യങ്ങൾ കാണാം. ഈ മുറിക്കുള്ളിലുണ്ടായിരുന്ന എല്ലാ വസ്തുവകകളും കത്തി നശിച്ചു. തൊട്ട് അടുത്തൊക്കെ വീടുകളുണ്ട്. നമുക്ക് കാണാം, ഈ ജനലിൽ കൂടി കാണാൻ സാധിക്കും. ഒരു 1-2 മീറ്റർ മാറി അപ്പുറത്ത് വീടുണ്ട്. ഏതായാലും മറ്റു മുറികളിലേക്ക് തീയൊന്നും വ്യാപിച്ചില്ല. അതിനു മുമ്പ് തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.